ഇന്നത്തെ മദീന നഗരത്തെ ഒന്നടങ്കം നശിപ്പിക്കാനായി ഒരു മഹാരാജാവ് വൻ സൈന്യവുമായി പാഞ്ഞെത്തുകയാണ്. പക്ഷേ അവിടെ വെച്ച് അദ്ദേഹം കേട്ടൊരു പേര് അദ്ദേഹത്തെ ആ ആക്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ്. മദീന നിവാസികൾ തൻ്റെ മകനെ കൊലപ്പെടുത്തിയ വിവരമറിഞ്ഞ് പ്രതികാരദാഹത്താൽ സർവ്വസൈന്യവുമായി എത്തിയതായിരുന്നു യമനിലെ തുബ്ബൈ രാജാവ്. എന്നാൽ നഗരം വളഞ്ഞ രാജാവിനെ ഒരു കാഴ്ച അത്ഭുതപ്പെടുത്തി. പകൽ മുഴുവൻ തനിക്കെതിരെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന നഗരനിവാസികൾ രാത്രി സമയമാവുമ്പോൾ തനിക്കും സൈന്യത്തിനും കഴിക്കാൻ വേണ്ട ഭക്ഷണങ്ങളെല്ലാം ഒരുക്കിത്തരുന്നു. ആ നഗരവാസികളുടെ സ്വഭാവമഹിമ അദ്ദേഹത്തെ ഏറെ ചിന്തിപ്പിച്ചു. അപ്പോഴാണ് രണ്ട് പണ്ഡിതന്മാർ അതുവഴി വരുന്നത്. അവർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, താങ്കൾക്കൊരിക്കലും ഈ നഗരം നശിപ്പിക്കാനാവില്ല. കാരണം ഈ നഗരം എന്നുള്ളത് അവസാന കാലത്ത് വരുന്ന ഒരു പ്രവാചകന്റെ അഭയകേന്ദ്രമാണ്. ആ പ്രവാചകന്റെ പേര് അഹ്മദ് എന്നാണ്. ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ മനസ്സ് അല്പം ശാന്തമായി. അദ്ദേഹം വരാൻ പോകുന്ന ആ പ്രവാചകരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു കത്ത് അവിടെയുള്ളൊരു കുടുംബത്തെ ഏൽപ്പിക്കുകയും ആ പ്രവാചകന് താമസിക്കാനായി ഒരു വീട് സ്വന്തം ചെലവിൽ തന്നെ നിർമ്മിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയത് ആ വീടിന് മുന്നിലായിരുന്നു. അന്ന് ആ വീട് അബൂ അയ്യൂബുൽ അൻസാരി റഹിമഹുള്ളയുടേതായിരുന്നു. പിന്നീട് തുബ്ബൈ രാജാവ് മക്കയിലേക്ക് യാത്ര പോയി. അവിടുന്ന് കഅബയ്ക്ക് ഒരു പട്ട് ധരിപ്പിക്കുകയും ചെയ്തു. ആദ്യമായി കഅബയ്ക്ക് കിസ്വ അല്ലെങ്കിൽ പട്ട് ധരിപ്പിക്കുന്നതും ഈ തുബ്ബൈ മഹാരാജാവായിരുന്നു. അറബികൾ നന്നായി വെറുത്തിരുന്നൊരു രാജാവായിരുന്നു യമനിലെ ഈ തുബ്ബൈ രാജാവ്. തൻ്റെ സാമ്രാജ്യ വികസനത്തിനായി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും ക്രൂരതകളും അത്രത്തോളം വരുമായിരുന്നു. പക്ഷേ തൻ്റെ ജീവിതകാലം മുഴുവൻ താൻ ചെയ്ത ക്രൂരതകളെല്ലാം വരാനിരിക്കുന്ന ഒരു പ്രവാചകരോട് അദ്ദേഹം കാണിച്ച ചെറിയൊരു ആദരവ് കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൽക്കാലത്ത് പറഞ്ഞത്, നിങ്ങളാരും തുബ്ബൈ രാജാവിനെ ശപിക്കരുത്, കാരണം അദ്ദേഹം അള്ളാഹുവിന് കീഴ്പ്പെട്ട വ്യക്തിയാണ്. നാഥൻ നാം ഏവരെയും അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.